അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഊർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. രചന സാക്ഷാത്കാരം മാന്നാർ മത്തായി. വേദിയിൽ വിവേരയിലെ പ്രശസ്ത താരങ്ങൾ. രംഗമൊന്ന്, പാതാളം, നമ്മുടെ മഹാബലിയുടെ ആസ്ഥാനം. Walking in the moonlight and thinking of you. നിലാവുള്ള രാത്രിയിൽ നീ എന്നെ പറ്റി ചിന്തിച്ചിരിക്കാണ്. ഇതിപ്പോ പണ്ട് ഹരിശ്രീ അശോകൻ പറക്കന്തളിയേല് ട്യൂബിന്റെ പഞ്ചർ ഒട്ടിച്ച പോലെ ആയല്ല. ഈ കോട മുഴുവൻ തോളയാണല്ല. ആ തൊള, അതിന് ഞാനും പറഞ്ഞേ. അതെങ്ങനെയാ? വർഷത്തിൽ ഒരിക്കലല്ലേ കൂടെ പുറത്തേക്ക് എടുക്കുള്ളൂ. കുപ്പിന്ന് വന്ന ഭൂവത്തെ പോലെ പണിയെടുക്കാൻ ഞാൻ ഉണ്ടല്ല. ആരാത്? ആരാന്ന് പറയുന്നതല്ലേ നല്ലത്. വെറുതെ എനിക്ക് ടെൻഷൻ തരുന്നുണ്ടോ? ആരാത്? ഞാൻ ഗന്ധർവൻ. ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാവാനും മനുഷ്യനാവാനും നിമിഷാർത്ഥം പോലും ആവശ്യമില്ലാത്ത ഗഗൻചാരി. ഈ ഭൂമുഖത്തെ പൂക്കളും ഈ ഭൂമിയുടെ തേനും മാത്രം നുകർന്നു കഴിയാൻ അനുമതി കിട്ടിയ അരൂപിയായ ഒരു വർണ്ണശലഭം. ഞാൻ ഗന്ധർവൻ. കൊച്ചു കള്ളൻ, ഞങ്ങളും കണ്ടിട്ടുണ്ട്. ഞാൻ ഗന്ധർവൻ. എന്തുട്ടാ ആഗമന ഉദ്ദേശം? നോം അങ്ങ് ദേവലോകത്ത് നിന്ന് ദൂതുമായി വന്നതാണ്. എവിടെ? ഓണായിട്ട് എവിടെ? ഓണായിട്ടോ? അല്ല, ഓണമായിട്ട് എവിടെ നമ്മുടെ പൊന്നു തമ്പുരാൻ? മഹാബലി ഇത്തവണ ഓണത്തിന് കേരളത്തിലെങ്ങും പോയില്ലല്ലോ. ആ ബെസ്റ്റ്. പുള്ളിക്കാരനാകെ ഡസ്പാ. നാട്ടിലെ ചില അലമ്പ കണ്ടിട്ടേ അങ്ങേരിപ്പോ കംപ്ലീറ്റ് റിലേ പോയിരിക്കുക. ആ ദേ വന്നല്ല നമ്മുടെ പൊന്നു തമ്പുരാൻ. മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി. നീ എൻ്റെ പ്രാണനിൽ അലിയൂ വേഗം. തമ്പുരാനാകെ ഡസ്പാട്ടാ. നീ ഒന്ന് അപ്പാക്കിയേ. പിടിച്ചോ 3 4 വന്നേ വന്നേ വന്നല്ലോ മുറ്റത്ത് മാവേലി. പൂവേ പൂവേ പുലി പൂവേ പൂക്കളമിട്ടല്ലോ. ഓണസദ്യ കെട്ടണ്ടേ, പായസം കുറ്റണ്ടേ, പായസം കുച്ചിട്ട് ഊഞ്ഞാലിലടണ്ടേ. ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ, ഓണം വന്നല്ലോ തിരുവോണം വന്നല്ലോ. മാവേലി വന്നേ, മാവേലി പോണേ. വന്നേ വന്നേ വന്നല്ലോ. എന്തു പറ്റി തമ്പുരാൻ? ഇത്തവണ ഓണായിട്ട് കേരളദേശ സന്ദർശനമൊന്നും ഇല്ലേ? ദേവലോകത്തും ഇതൊരു ചർച്ചാ വിഷയമാണ്. നോം ധർമ്മസങ്കടത്തിലാണ്. കള്ളവും ചതിയുമില്ലാത്ത എൻ്റെ നാട് ഒരുപാട് മാറിയിരിക്കുന്നു. പണ്ടത്തെ പോലെ അല്ലല്ലോ. ഓണം ഇപ്പോൾ ഒരു ചടങ്ങ് മാത്രമായി. തമ്പുരാനേ, ഇവൻ വീണ്ടും തുരുപ്പ് തള്ളി. ഏടാ ഏടാ ഏടാ, നിന്നോട് തുരുപ്പ് തള്ളരുതെന്ന് എത്ര തവണ പറഞ്ഞിരിക്കണു. മഹാബലിയെ മാത്രമേ ഞാനിവിടെ പ്രതീക്ഷിച്ചുള്ളൂ.
ഇവരൊക്കെ ആരാണ്? അങ്ങ് മഞ്ഞുമൽ ബോയ്സ് കണ്ടതല്ലേ? അതെ. ഗുണ കേവ്സിൽ വീണുപോയ ആരും തിരിച്ചു വന്നിട്ടില്ല എന്ന് കേട്ടതല്ലേ? അങ്ങനെ ഗുണ കേവ്സിൽ വീണിട്ട് നേരെ പാതാളത്തിലെത്തിയ ആൾക്കാരാണ് ഇവരൊക്കെ. കൂട്ടത്തിൽ കൊള്ളാവുന്ന ഒരുത്തനെ ഞാൻ എൻ്റെ അമ്പാനുമാക്കി. ഇവിടുത്തെ പണിയെടുക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? അപ്പോൾ ബാക്കിയുള്ളവരോ? അവർക്ക് പണിയൊന്നുമില്ലേ? ഞാൻ ആകെ മടുത്തിരിക്കുക. പഞ്ചറൊട്ടിക്കാൻ വന്ന വണ്ടിയുടെ എഞ്ചിൻ പുറത്തിട്ട അവസ്ഥ എൻ്റെ. ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞ കേക്കണ്ടേ? നമ്മ ഇവിടെ സമാധാനമായിട്ട് അടയ്ക്കാതെ ജീവിക്കുന്നത് നിങ്ങൾക്ക് പിടിക്കണില്ല അല്ലേ? റോസിക്ക് എൻ്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസ് എങ്ങോട്ടെങ്കിലും പൊക്കോളൂ. അതൊക്കെ ഓക്കെ. പക്ഷേ മഞ്ഞുമൽ ബോയ്സിൽ ഒരാൾ രക്ഷപ്പെടുന്നുണ്ടല്ലോ. അതിൽ കണ്ടല്ലേ നൂല് പോലെ ഇരിക്കുന്ന സുഭാഷിനെ അവർക്ക് വലിച്ചു കയറ്റാൻ പറ്റി. ഇവന്മാരൊക്കെ എങ്ങനെ കയറിട്ട് വലിച്ചു കയറ്റാനാണ്? ഇവിടെ എന്റേതായ സ്ഥാനമുണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന സ്ട്രെസ്സിനിടയിൽ ചിലപ്പോൾ ഞാൻ 3-4 ബിരിയാണി കൂടുതൽ കഴിച്ചു വരും. അതിന്റെ പേരിൽ ഞാൻ തടിവെച്ച നെഗറ്റീവ് മാത്രം പറയുന്ന ചില സോഷ്യൽ മീഡിയ മെഗലോമേനിയാക്സ് എന്നെ ബോഡി ഷേമിങ് ആ ബാധൂടം കളിയാക്കും. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാം. ബോഡി ഷേമിങ് ചെയ്യുന്ന സാർ ചായ. നിന്നോട് ഞാൻ ചായ ചോദിച്ചോടാ കുഞ്ഞിരാമ, കൊണ്ടുപോടാ. ഏതാ ഈ കുഞ്ഞിരാമൻ? എൻ്റെ അമ്പാനാണ് ഇവൻ, ഇവൻ്റെ അമ്പാനാണ് അവൻ, ഇവിടുത്തെ കുശിനിക്കാരൻ. അയ്യോ, ഞാൻ വിഷയത്തിൽ നിന്ന് മാറി. അതൊക്കെ പോട്ടെ. ഓണത്തിന് കേരളത്തിലോ പോയില്ല. നിങ്ങളെ പൊന്നുപോലെ നോക്കുന്ന ആറാട്ട് വിവേരയിലെ ഓണത്തിനെങ്കിലും ഒന്ന് പോകേണ്ടതല്ലേ? ഓണം എന്ന് പറഞ്ഞാൽ അത് വിവേരയിലെ ഓണം തന്നെ. അതൊക്കെ പണ്ടല്ലേ? തോന്നലാണ് തമ്പുരാൻ. അവർക്ക് ഓണാഘോഷം എന്ന് പറഞ്ഞാൽ അതൊരു ഉത്സവം തന്നെയാണ്. ഞാനും അത്രക്കൊന്നും വിചാരിച്ചിരുന്നില്ല ഇത് കാണുന്നത് വരെ. എന്ത്? വിവേരെ വിട്ടു പോയെങ്കിലും അവിടെ പാട്ട് പാടിയ ഓർമ്മയിൽ ഒരുത്തൻ സ്വീഡനിൽ പാർക്കിലും റോഡിലും ഓണപ്പാട്ടും പാടി നടക്കുന്നു. നൊസ്റ്റാൾജിയ ആണത്രേ, നൊസ്റ്റാൾജിയ. ഇവർ രണ്ടും ജർമ്മനിയിലും നെതർലൻഡ്സിലും വിവേരയിലെ ഓണമാണെന്ന് പറഞ്ഞ് പൊതുസ്ഥലത്ത് പൂക്കളം ഇട്ടതിന് ജയിലിലും. സാർ ലഡ്ഡു. സാർ ലഡ്ഡു. സാർ ലഡ്ഡു. എന്തോ തന്നെ ലഡ്ഡു. തനിക്ക് പ്ലേറ്റ് കഴുകി വെച്ചു കൂടോ? കഴുകിയിട്ടുണ്ടല്ലോ. പച്ചവെള്ളത്തിലായി അല്ല, ചൂടുള്ളതില്. ആര് പറഞ്ഞു ചൂടുള്ളത് കഴിയാൻ? ഞാൻ ഒരു സത്യം പറയാം, ഞാൻ പച്ചവെള്ളത്തില കഴുകി. എന്താണോ? അല്ല, കൈകൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ. തനിക്ക് ഉള്ളതൊക്കെ ആകത്തിരിപ്പില്ലേ? ഇനി ഇവിടെ നിന്ന് നാക്കെ വെള്ളം ഉരിച്ച് കൊതി പിടിപ്പിച്ച് എന്റെ വയറ് ചീത്തയാക്കേ പോകണോ? ഞാൻ വിഷയത്തിൽ നിന്ന് മാറി. വിവേരയിൽ നിന്ന് പോയവർക്ക് ഇത്ര ഫീലിംഗ് ഉണ്ടെങ്കിൽ അവിടെ താമസിക്കുന്നവരുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കിയാ തമ്പുരാൻ. കാര്യമൊക്കെ ശരിയായിരിക്കും. എന്നാലും ഇവന്മാർക്കിപ്പോൾ എന്നെ വേണ്ട. യോഗ്യന്മാർ പലരും ഉണ്ടല്ലോ കൂട്ടത്തിൽ. കുറേ നേരമല്ല എന്നെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. എനക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. പിന്നെ ആരെ വേണം എന്നാണ്? തമ്പുരാനും മടിയുണ്ടാവും. ഞങ്ങളൊരു ക്ലൂ തരാം. ഡാ ഒന്ന് കാണിച്ചു കൊടുത്തരാ.
കണ്ടില്ലേ, സകല ഉദ്ഘാടനത്തിനും ഇപ്പോൾ ഓണത്തിന് വരെ ഇവളാണ് താരം. അതൊക്കെ നാട്ടിലല്ലേ തമ്പുരാൻ. വിവേരയിലെ മലയാളികൾ ഇങ്ങനെയൊന്നും കാണിക്കില്ല. എന്തറിഞ്ഞിട്ടാണ്? ഞാൻ കേട്ടതാ അവരുടെ മീറ്റിംഗ്. എന്നിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. അവരുടെ നോട്ടീസ് തമ്പുരാനും കണ്ടതല്ലേ. അവസാനം കമ്മിറ്റി വേണ്ടി വന്നു അവരെ പിന്തിരിപ്പിക്കാൻ. ഏത് അസോസിയേഷൻ കമ്മിറ്റിയോ? ബെസ്റ്റ്. അസോസിയേഷൻ കമ്മിറ്റിയുടെ കാര്യമൊന്നും പറയാതിരിക്കുക ഭേദം. ഒരു വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോയിന് അവർ കേട്ട തേറി. പെറ്റ തള്ള കേട്ടാ സഹിക്കില്ല. ഇത് ഹേമ കമ്മിറ്റി. ആ കമ്മിറ്റി റിപ്പോർട്ടിലെങ്ങാനും പേര് വന്നാലെന്നോർത്തേ ഇവന്മാര് വേണ്ടാന്ന് വെച്ചേ. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഒന്നിനുമില്ലാന്ന് പറഞ്ഞത്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഡാ ദേ പുള്ളിക്കാരൻ പിന്നെയും ഡിപ്രഷനിലേക്ക് പോണു. വിളിക്കടാ തമ്പുരാനെ. ഗോവിന്ദകുട്ടി ഇവിടെ കിടക്കും. എന്റെ നെഞ്ചത്തെ ഒട്ടി പോവാം. പോകരുത് തമ്പുരാൻ. ഇല്ല ഗോവിന്ദകുട്ടി, പോണം, പോയേ പറ്റൂ. തമ്പുരാനെ, ഞങ്ങളുടെ തമ്പുരാനെ പോകരുതെന്ന് പറയലു സാർ. അരുതെന്ന് പറയലു സാർ. സാർ, മനസ്സിന്റെ നന്മകൊണ്ട് ഞങ്ങളുടെ തമ്പുരാൻ കോടീശ്വരനാണ്. തമ്പുരാൻ, നീ പോകുന്നില്ല. ഇവരുടെയൊക്കെ സ്നേഹം കണ്ടില്ലെന്ന് നടിച്ച് നിനക്ക് പോകാൻ കഴിയില്ല. ഹണി ഫാൻസ് മാത്രമല്ലല്ലോ ഈ ഓണാഘോഷം വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതാരാണ്? ഇതും കണ്ടു നോക്കൂ. അങ്ങനെ മഹാബലിയുടെ ആഗ്രഹപ്രകാരം താൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന പ്രജകളെ വർഷത്തിൽ ഒരിക്കൽ കാണുന്നതിനുള്ള വരം ഭഗവാൻ കൊടുത്തു. മനസ്സിലായോ മക്കളെ? മഹാബലി ഞങ്ങളെ കാണാൻ നാളെ എന്തായാലും വരണം ട്ടോ. ഞങ്ങള് കാത്തിരിക്കും. അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ? നമ്മൾ പോകൂലേ? ഇത്തവണ ഞങ്ങളും വരുന്നുണ്ട്. ആരെങ്കിലും ചോദിച്ചാലേ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ മതി. പോടാ പോടാ. എന്നെ കാത്തിരിക്കുന്ന ഇതുപോലുള്ള കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഉറപ്പായും പോകും. അപ്പോൾ ഇനി വിവേരയിൽ കാണാം. എവിടെയാടാ എൻ്റെ കുട? ഒരു സൽപുത്രൻ പിറന്നട പണ്ട്, മഹാധ്യായം തുടക്കമായെന്ന്. ഇത് ദിക്കെട്ടും മുഴങ്ങിടും പാട്ട്, കൊടും സന്തോഷ പിറന്ന നാൾ വാഴ്ത്ത്. സ്നേഹം വന്നാൽ മധുരത്തേന്